ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ കനത്ത യുദ്ധഭീതിയിലാഴ്ത്തിയ 3 മാസത്തിലേറെ നീണ്ട കടുത്ത സൈനിക പ്രതിസന്ധികൾക്ക് ഒടുവിൽ ശുഭകരമായ അന്ത്യം കുറിക്കപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള വിപണികളെയും ഇന്ധന വിതരണ ശൃംഖലകളെയും അനിശ്ചിതത്വത്തിലാഴ്ത്തിയ US-ഇറാൻ യുദ്ധത്തിന് വിരാമം വിട്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ അതീവ നാടകീയവും ആവേശഭരിതവുമായ ശൈലിയിലാണ് ട്രംപ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. ലോക കപ്പലുകളോട് എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ഹോർമൂസ് കടലിടുക്ക് വഴി ഇനി മുതൽ യാതൊരുവിധ ചുങ്കവും നൽകാതെ സ്വതന്ത്രമായി കപ്പലുകൾക്ക് സഞ്ചരിക്കാമെന്നും പ്രഖ്യാപിച്ചു. അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നാവിക ഉപരോധം ഉടനടി പിൻവലിക്കാൻ താൻ പൂർണ്ണമായും അംഗീകാരം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് വീണ്ടും ഇന്ധനമൊഴുക്ക് സുഗമമാകുമെന്ന പ്രതീക്ഷയിലാണ് ആഗോള സമൂഹം. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ഉണ്ടാക്കിയ ഈ പുതിയ ധാരണ വെറുമൊരു വെടിനിർത്തൽ മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ മേഖലയിലാകെ സമാധാനവും സുരക്ഷയും കൊണ്ടുവരുന്നതിനുള്ള സമഗ്രമായ ഒരു സമാധാന കരാറിന്റെ ആദ്യ പടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ പല മുൻ പ്രസിഡന്റുമാരും ഇറാനുമായി ശാശ്വതമായ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നും, എന്നാൽ ചരിത്രത്തിലാദ്യമായി യഥാർത്ഥ സമാധാനം കൈവരിക്കാൻ തനിക്ക് സാധിച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔദ്യോഗിക കരാർ ഒപ്പുവെക്കുന്നതോടെ മേഖലയിലെ തർക്കങ്ങൾക്ക് വലിയൊരു പരിധിവരെ പരിഹാരമാകും. കടലിടുക്കിലെ ലാൻഡ് മൈനുകൾ ഉൾപ്പെടെയുള്ള പ്രതിബന്ധങ്ങൾ നീക്കം ചെയ്യുന്നതോടെ ലോകത്തിനു വേണ്ടി വീണ്ടും എണ്ണ ഒഴുകുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള ഊർജ്ജ മേഖലയ്ക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങിയ ഈ സങ്കീർണമായ അന്താരാഷ്ട്ര പ്രതിസന്ധിയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നു എന്നത് നയതന്ത്ര തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു നീക്കമാണ്. ഇരു രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതനുസരിച്ച് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെടുത്തിയ ഈ പ്രാഥമിക സമാധാന കരാർ ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഔദ്യോഗികമായി ഒപ്പുവെക്കും. ലോക മഹായുദ്ധങ്ങളുടെ കാലം മുതൽക്കേ കക്ഷികൾക്കിടയിലെ നിഷ്പക്ഷ വേദിയായി അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിട്ടുള്ള സ്വിറ്റ്സർലൻഡ് ഈ കരാറിനും സാക്ഷ്യം വഹിക്കുന്നതോടെ നയതന്ത്ര ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടും. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന നാശനഷ്ടങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും അന്തിമ വിരാമമാകുന്നതോടൊപ്പം ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് പുതിയൊരു ഘട്ട ചർച്ചകൾ ആരംഭിക്കാനും ഈ കരാർ വ്യക്തമായി വഴിയൊരുക്കുന്നുണ്ട്. ധാരണാപത്രത്തിന്റെ പൂർണ്ണരൂപം ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി ചർച്ചാ സംഘങ്ങളുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് 14 കരട് കരാറിന്റെ നിർണായക വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപനം, സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കൽ, നാവിക ഉപരോധങ്ങൾ ഒഴിവാക്കൽ, മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ തിരികെ നൽകൽ എന്നിവയുൾപ്പെടുന്ന വിപുലമായ ഒരു റോഡ് മാപ്പാണ് ഈ വ്യവസ്ഥകളിലുള്ളത്. ഇതിലെ ഒന്നാമത്തെ വ്യവസ്ഥ പ്രകാരം ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മുന്നണികളിലും ഉടനടിയും ശാശ്വതമായും യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തങ്ങൾ ഇടപെടില്ലെന്നും അവരുടെ പരമാധികാരത്തെ പൂർണ്ണമായി മാനിക്കണമെന്നും അമേരിക്ക ഉറപ്പു നൽകുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ അമേരിക്കൻ നാവിക ഉപരോധം പൂർണ്ണമായി നീക്കണമെന്നും ഇറാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കണമെന്നതുമാണ് പ്രധാന നിബന്ധനകൾ. ഇറാന്റെ സ്വന്തം ക്രമീകരണങ്ങൾക്ക് കീഴിൽ 30 ദിവസത്തിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും ഈ കരടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക മേഖലയെ ഏറ്റവും കൂടുതൽ തളർത്തിയ എണ്ണ, പെട്രോകെമിക്കൽ വിൽപ്പനയ്ക്കുള്ള ഉപരോധങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കുകയും അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. തകർന്നടിഞ്ഞ മേഖലയുടെ പുനരുദ്ധാരണത്തിനായി അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും ചേർന്ന് കുറഞ്ഞത് $300 ബില്യൺ വൻകിട പുനർനിർമ്മാണ പദ്ധതികൾ അവതരിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. ആണവ പ്രശ്നത്തിലും ഉപരോധങ്ങൾ നീക്കുന്നതിലും അന്തിമ കരാറിലെത്താൻ ലക്ഷ്യമിട്ട് 60 ദിവസത്തെ ചർച്ചാ കാലാവധി അനുവദിക്കുമെന്നും ഈ കാലയളവിൽ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിപ്പിക്കുകയോ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ ഇല്ലെന്ന് US ഉറപ്പു നൽകണമെന്നും കരട് കരാറിൽ പറയുന്നുണ്ട്. അതേസമയം തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ആണവ വ്യാപന നിരോധന കരാറിലെ ബാധ്യത ഇറാൻ വീണ്ടും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ 60 ദിവസത്തെ ചർച്ചകൾക്കിടയിൽ അമേരിക്ക മരവിപ്പിച്ചു വച്ചിരിക്കുന്ന $24 ബില്യൺ ഇറാനിയൻ ഫണ്ട് പൂർണ്ണമായും വിട്ടുകൊടുക്കണം. ഇതിന്റെ പകുതി തുകയായ $12 ബില്യൺ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ലഭ്യമാക്കണം. കരാർ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്ന് സംരക്ഷിക്കാൻ ഒരു പ്രത്യേക നിരീക്ഷണ സംവിധാനം രൂപീകരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ പ്രമേയത്തിലൂടെ അന്തിമ കരാറിന് അന്താരാഷ്ട്ര അംഗീകാരം നൽകുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വ്യവസ്ഥ പ്രകാരം ഇറാന്റെ മിസൈൽ പദ്ധതിയും പ്രാദേശിക പ്രതിരോധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും ചർച്ചാ അജണ്ടകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. പകരം അന്തിമ ചർച്ചകൾ യുറേനിയം സമ്പുഷ്ടീകരണം, സമ്പുഷ്ടമായ വസ്തുക്കൾ, ഉപരോധം നീക്കൽ, സാമ്പത്തിക പുനർനിർമ്മാണം എന്നിവയിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കരട് കരാറിൽ ഇറാന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അവർക്ക് ലഭിക്കേണ്ട ആശ്വാസങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നത്. ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതുപോലെ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ
അമേരിക്ക മരവിപ്പിച്ച $12 ബില്യൺ ആസ്തികൾ ഇറാന് തിരികെ നൽകും. ബാക്കി തുക ചർച്ചകൾ പുരോഗമിക്കുന്ന 60 ദിവസങ്ങൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായി കൈമാറും. ഇത് ഇറാന്റെ തകർന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയൊരു ജീവശ്വാസമായിരിക്കും നൽകുക. എണ്ണ വിപണിയിലെ കടുത്ത നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ രാജ്യത്തെ പണപ്പെരുപ്പത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും വലിയൊരു പരിഹാരമാകുമെന്നാണ് ഇറാൻ ഭരണകൂടം കരുതുന്നത്. എന്നിരുന്നാലും ഈ കരാറിലെ ഏറ്റവും സങ്കീർണവും തർക്ക വിഷയവുമായ ആണവ പ്രശ്നങ്ങൾ ഇപ്പോഴും അന്തിമമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അവ ഭാവി ചർച്ചകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്നും അവരുടെ വിപുലമായ ആണവ പദ്ധതികൾ എങ്ങനെ നിയന്ത്രിക്കുമെന്നും തീരുമാനിക്കാൻ ഇനിയും കൃത്യമായ ചർച്ചകൾ ആവശ്യമാണെന്ന് അമേരിക്കയിലെയും ഇറാനിലെയും ഉന്നത ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സാമ്പത്തിക നാവിക ഉപരോധങ്ങൾ നീക്കി വിശ്വാസ്യത ഉറപ്പുവരുത്തിയ ശേഷമേ ആണവ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് ഇരു രാജ്യങ്ങൾക്കും കടക്കാൻ സാധിക്കും. വലിയൊരു നയതന്ത്ര വഴിത്തിരിവുണ്ടായിട്ടുണ്ടെങ്കിലും ഈ കരാർ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുന്നിൽ വലിയ കരിനിഴലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലെബനനിൽ ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിൽ തുടരുന്ന കടുത്ത പോരാട്ടങ്ങൾ ചർച്ചകളെ ഏത് നിമിഷവും സങ്കീർണമാക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ഈ സമാധാന ചർച്ചകളിൽ തങ്ങൾ ഒരു തരത്തിലും കക്ഷിയല്ലെന്ന് ഇസ്രയേൽ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ ചട്ടക്കൂട് കരാറിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരണങ്ങളൊന്നും നടത്താൻ ഇസ്രയേൽ ഭരണകൂടം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ കരാറിനെക്കുറിച്ച് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മെഹർ വാർത്താ ഏജൻസി പുറത്തുവിട്ട 14 കരട് നിർദ്ദേശങ്ങൾ രാജ്യത്തെ പ്രസക്തമായ ഉയർന്ന സുരക്ഷാ സ്ഥാപനങ്ങളും ഭരണഘടനാ സമിതികളും കൃത്യമായി പരിശോധിച്ച് അംഗീകരിക്കേണ്ടതുണ്ടെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറാകില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാന്റെ ഉന്നത നേതൃത്വം. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മേഖലയിലെ മറ്റ് പ്രതിരോധ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈനിക നീക്കങ്ങൾ ഈ സമാധാന കരാറിന്റെ സുഗമമായ മുന്നോട്ടു പോക്കിന് വലിയൊരു ഭീഷണിയായി തുടരുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വലിയ യുദ്ധക്കെടുതിയിലേക്ക് തള്ളിവിടാതെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ കണക്കാക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തനിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകാനും ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താനും ട്രംപിന്റെ ഈ കരാറിലൂടെ സാധിക്കും. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് വഴി ലോകമെമ്പാടുമുള്ള വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കും എന്നത് ആഗോള സാമ്പത്തിക രംഗത്തിന് നൽകുന്ന ഊർജ്ജം ചെറുതൊന്നുമല്ല. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഔദ്യോഗിക ഒപ്പുവെക്കൽ ചടങ്ങിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. പ്രാഥമിക കരാറിലെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും ഒരേ മനസ്സോടെ നടപ്പാക്കുകയാണെങ്കിൽ അത് ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ സമാധാന ഉടമ്പടിയായി മാറും. യുദ്ധത്തിന്റെ ഭീതിയും രക്തച്ചൊരിച്ചിലുകളും അവസാനിപ്പിച്ച് സമാധാനത്തിന്റെയും സാമ്പത്തിക സഹകരണത്തിന്റെയും പുതിയൊരു പാത തുറക്കാൻ യുഎസിനും ഇറാനും സാധിക്കട്ടെ എന്നാണ് ആഗോള സമൂഹം പ്രത്യാശിക്കുന്നത്. ആയുധങ്ങളുടെ ശബ്ദമില്ലാത്ത, എണ്ണയും വ്യാപാരവും തടസ്സമില്ലാതെ ഒഴുകുന്ന സുരക്ഷിതമായ ഒരു പശ്ചിമേഷ്യയാണ് ഈ കരാറിലൂടെ യാഥാർത്ഥ്യമാകേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.